പ്രളയം വന്നപ്പോൾ പ്രളയം വിറ്റ് ഒരു നിർമ്മാതാവ് കോടീശ്വരനായി, കൊറോണ വന്നപ്പോൾ അത് വിറ്റ് പൈസയാക്കി, നിപ്പ വന്നപ്പോൾ പൈസയാക്കി. അങ്ങനെ കേരളത്തിലെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുരന്തം വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. 2011 കുറെ മിമിക്രിക്കാർ പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ട ഇന്റർവ്യൂ ആയിരിക്കും, മിമിക്രിക്കാരൻ, താങ്കൾ എന്തുകൊണ്ടാണ് ചെരുപ്പിടുന്നത്, എന്തുകൊണ്ട് ഷൂടുന്നില്ല? അപ്പൊ പിന്നെ മറ്റവൻ, നിങ്ങൾ എന്തിനാണ് കൂട്ടിടുന്നത്? വേറെ ആള്, താങ്കളുടെ എല്ലാ സിനിമയിലും 8 പെൺകുട്ടിയുണ്ടല്ലോ, എന്തിനാണ് 8 എണ്ണം? ഒന്നുപോലെ, നിങ്ങൾ വലിയ സംഭവം ഒന്നല്ല, 5 ലക്ഷത്തിന്റെ പടമല്ലേ 2 മണിക്കൂർ 40 മിനിറ്റിന്റെ, ആർക്കും കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ് ഉറപ്പുണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കും. എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ആ അച്ഛൻ ഇന്നും കരയുന്നുണ്ടാവും. ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമ കണ്ടുപിടിച്ച ഞങ്ങളാണ്, അതിന്റെ അച്ഛൻ ഞാനാണ്, അമ്മ ഞാനാണെന്ന് പറഞ്ഞ് കുറെ സംവിധായകർ ഇവിടെ ഉണ്ടല്ലോ. ഇതിൽ ഒരാളെ പോലും ഇദ്ദേഹം വിളിച്ചിട്ടില്ല. എനിക്ക് വളരെ ദുർബലമായി തോന്നിയ ഒരു ആങ്കറാണ് ജോൺ ബ്രിട്ടാസ്. കുറുക്കൻ, ഒരു പൂച്ച, എലി, പെരിച്ചാഴിനെയൊക്കെ കണ്ടതുപോലെയാണ് എനിക്ക് മിമിക്രിക്കാരും ജോൺ ബ്രിട്ടാസ്, ഷാനി, ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് എങ്ങനെയാ തോന്നിയത്. ഇവരോട് എനിക്കൊരു സാധാ ബുദ്ധി മതി. ഈ ഷാനിക്ക് വിവരമില്ലാന്ന് എനിക്ക് തോന്നാൻ കാരണം, ഈ നിയന്ത്രണ രേഖ എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഇരുത്തേണ്ട കണ്ട അണ്ടനെ അടകോടനെയും അല്ല, മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അതിൽ സൗബിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഈ ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും ഇങ്ങനെ തമ്പുരാനായിട്ടും നായരൊക്കെ ആയിട്ടാണ് വരിക. അദ്ദേഹം ആദിവാസിയായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ റോളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് സവർണനായി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മഹാഭാവമാണ് എന്നതാണ് ഇൻഡയറക്ട്ലി അവിടെ പറയുന്നത്. ഈ ED റെയ്ഡ് വന്നതിന് ശേഷം അതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി 100 കോടി 200 കോടി 250 കോടി ED വന്നതിന് ശേഷം എന്താ മേഡം ഒരു സിനിമ 100 കോടി എത്താത്തത്? അതിനുശേഷം വന്ന എല്ലാ പോസ്റ്റർ പോലും 30-ാം ദിവസം 40-ാം ദിവസം, അതുവരെ നിങ്ങൾ വെറും കോടികളുടെ കണക്ക് മാത്രമല്ല കിട്ടുന്നത്. 2 ആഴ്ച കൊണ്ട് 100 കോടി, 3 ആഴ്ച കൊണ്ട് സംതിങ്. ഇപ്പൊ ഇനി കാസ്റ്റിംഗ് കൗച്ചാണ് പ്രശ്നം വിചാരിക്കുക. അതിന് തെളിവില്ലാതെ, കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കേസായിട്ട് പോകണം. അപ്പോൾ പണ്ട് എന്നെ മറ്റോ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിച്ചവനും ഓർമ്മ ഉണ്ടാവില്ല, കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഞാൻ പറയുന്നത് ഇതുകൊണ്ട് ആർക്കാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടനെ ഒന്ന് നാറ്റിക്കാം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ശബരിമലയിൽ ക്ഷേത്രത്തിൽ 2 സ്ത്രീകളെ കയറ്റുക, അതും അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ആണിനും പെണ്ണിനും ഒരേ ബാത്റൂം 2 ആൾ ഒരുമിച്ച് മൂത്രമൊഴിച്ചോ ഇതൊക്കെയാണ് നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മാക്സിമം. ഒരു അധികാരമോ പണമോ ഒന്നും സ്ത്രീകൾക്ക് കൊടുത്ത് സ്ത്രീ സമത്വം ഉണ്ടാക്കാറില്ല. ഇതേപോലെ തന്നെ സന്തോഷയുടെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് പോലും മീഡിയ ത്രൂ ആണെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ആണെങ്കിലും പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് വരെ എത്തി, പക്ഷേ ഗവൺമെന്റോ വേണ്ടപ്പെട്ടവരൊന്നും എത്തിയില്ല, അങ്ങനെ ഒരു സംസാരം. അപ്പം അതെന്തുകൊണ്ടായിരിക്കും എന്നാണ്, അതായത് ആഘോഷിക്കപ്പെടുകയാണ് സന്തോഷേട്ടൻ അവിടെ എത്തുന്നത്, സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അവിടെ എത്തുമ്പോഴത്തേന് അതിനെയും ആഘോഷിക്കപ്പെടുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാത്രമേ നിങ്ങളെ കൺട്രോളുള്ളൂ. മറ്റുള്ളവർ പറയുന്നതിനോ അതൊന്നും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞൊരു വാക്കിനെ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു വീഡിയോക്ക്, ഇതേപോലത്തെ ഒരു വീഡിയോക്ക് ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കുമായിരുന്നു. അപ്പോൾ സിനിമ എങ്ങനെ ലാഭകരമാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു വാക്കതിൽ പറഞ്ഞു, ശരിക്കും സിനിമേന്റെ ലെങ്ത് കുറച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് പലപ്പോഴും ഒരു 2.5 മണിക്കൂറിന്റെ സിനിമ 4 മണിക്കൂറാക്കി ഇവരെടുക്കും. എന്നിട്ട് ഈ സിനിമ 2.5 പറ്റൂ, എന്നിട്ട് കട്ട് ചെയ്യും. അപ്പോൾ 1.5 മണിക്കൂറാണ് നിർമ്മാതാവ് കഷ്ടപ്പെട്ടത്, അത് കാണുന്നത് 2.5 മണിക്കൂറാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ക്രിപ്റ്റൊക്കെ എഴുതി തീർത്ത സ്ക്രിപ്റ്റ് ചെയ്യുക, പലരും എഴുതി തീർക്കാത്ത സ്ക്രിപ്റ്റിലാണ്. എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് അഭിനയിച്ച് നോക്കിയാൽ നമുക്കറിയാതെ എത്ര, അപ്പോൾ അതിൻ്റെ ഇടത്തും പ്ലസ് പാട്ട് സ്റ്റണ്ടിനൊക്കെ സമയം വെച്ചിട്ട് വെറുതെ അനാവശ്യമായി കുറേ സീൻ എടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ്. ആ പാവപ്പെട്ടവൻ്റെ പൈസയല്ലേ പോകുന്നത്. ആ പൈസ മാത്രം, ഈ നഷ്ടപ്പെടുന്ന പൈസ മാത്രം വെച്ചാൽ തന്നെ ആ നിർമ്മാതാവിന് പൈസ കിട്ടുമല്ലോ എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഈ മീഡിയക്കാരൻ എന്ത് ചെയ്തു? അങ്ങനെ ചോദ്യത്തിന് ഉത്തരമാണ്. ആങ്കർ ചോദിക്കും, സിനിമയൊക്കെ ഒന്ന് ലാഭകരമാക്കാൻ എന്താ ചെയ്യട്ടെ? ഉത്തരം, സിനിമേൻ്റെ ലെങ്ത് കുറച്ചാൽ മതി. ഇത് വെച്ചിട്ട് അവർ ചെറിയ റീലാക്കി. അപ്പോൾ അടിയിൽ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തു. അടിയിൽ ചിലരെഴുതി, സിനിമേൻ്റെ ലെങ്ത് കുറയ്ക്കാനോ? ഒരു സിനിമയ്ക്ക് 2.25 മണിക്കൂറായാലും 1.5 മണിക്കൂറായാലും ഞങ്ങൾ കൊടുക്കുന്ന 150 ഒരുപോലെയാണ്. പിന്നെ ഈ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയാണ് സിനിമേൻ്റെ ലെങ്ത് കുറയ്ക്കുക എന്ന് പറയാം? ഞാൻ എന്താ പറഞ്ഞ് ജനങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ആ പറഞ്ഞതിന് ശേഷം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് ഈ വ്യക്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. സിനിമ എങ്ങനെ ലാഭകരമാക്കാം? സിനിമേൻ്റെ ലെങ്ത് കുറച്ചാൽ പോലെ. അപ്പൊ അവിടെ ഞാൻ കുറ്റക്കാരനാണോ? അങ്ങനെ ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് ഇട്ടവൻ പറഞ്ഞ തെറ്റല്ല. ചിലപ്പോൾ ഇത് മാത്രമാണ് കേൾക്കുന്നത്. ഞാൻ വെറും ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാനായാലും അങ്ങനെ ഇടുക. കാരണം 2.25 മണിക്കൂർ ഇടുമ്പോൾ എനിക്ക് എൻ്റെ 1.5 ഞാൻ കൊടുത്ത 200 രൂപ 150 രൂപ മാക്സിമം ഊറ്റിന്ന് എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പം ഒരുത്തം പറയുന്നത് അത് 1.5 മണിക്കൂറാക്കി കൂടും. ചേട്ടാ, ഞങ്ങൾ 200 രൂപയ്ക്ക് ചെയ്യുമ്പോൾ അത് മാക്സിമം ലെങ്ത് കൂടുതലല്ലേ വേണ്ടതെന്ന് അയാൾ പറഞ്ഞില്ല, എന്താണ് തെറ്റ്? പക്ഷെ സന്തോഷം പണ്ഡിറ്റ് പറഞ്ഞ് മുഴുവൻ അയാൾ ഇട്ടില്ല. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിന് മാത്രമേ നിങ്ങൾക്ക് ഇതുള്ളൂ. അത് മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കി, അല്ലെ അത് കട്ട് ചെയ്ത് മാത്രം പറയുമ്പോൾ, അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് പോവുക, എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എന്നെ ഇഷ്ടമുള്ള ഞാൻ വെറുതെ പോയോ ഇതൊക്കെ ഇങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ ഞാൻ 100 വീട് തരാം പറഞ്ഞ് തെറ്റുന്നല്ലേ ഞാൻ പറയുന്നത്.
അല്ലെങ്കിൽ ഞാൻ വെറുതെ പോയി എന്ന് പറയാൻ വേണ്ടിയല്ല സന്തോഷ് പണ്ഡിറ്റ് പോകുന്നത്. സന്തോഷ് പണ്ഡിറ്റ് എവിടെ പോവുകയാണെങ്കിലും അവിടുത്തെ സാധാരണക്കാരുടെ അടുത്ത് പോയി ഇനി എന്താണ്, ഞാൻ എന്താണ് ഇപ്പം ചെയ്യേണ്ടത്, ഞാൻ എല്ലാവരും അതേ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ വേണ്ടത്, അത് ചെയ്തു വരുന്നു. അപ്പോൾ ആ പോകുന്നതിനിടയിൽ ഏതെങ്കിലും ചാനലുകാരൻ്റെ നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചാനലിനോട്, ഇപ്പം നിങ്ങളുടെ ഒരു ചാനൽ അവിടെയുണ്ട്, എന്താണ് നിങ്ങളുടെ അനുഭൂതി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു വരുന്നു, ഞാൻ എന്താണോ കണ്ടത് ഞാൻ കണ്ടുവരുന്നു. ഇപ്പൊ ഇതേ സ്ഥാനത്ത് തന്നെയാണ് കാരണം വിമർശനങ്ങളും വരുന്നത്. കാരണം ഇത്രത്തോളം നിലപാടുകളും ചേട്ടൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ് ചേട്ടൻ. പക്ഷെ ഇതേ സ്ഥാനത്താണ് പറയുന്നത്, അതായത് ഇതൊക്കെ പറയാൻ സന്തോഷ് പണ്ഡിറ്റ് ആരാ? അല്ലെങ്കിൽ ഇപ്പൊ ഈ വയനാട്ടിലുള്ള കേസിൽ പോലും എന്തിനാണ് അവിടെ പോയി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഇവൻ ആരാ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു മറുപടി എന്താണ്? ഞാൻ പറയുന്നു, ഇന്ത്യ 1947 ആഗസ്റ്റ് 15 മുതൽ സ്വതന്ത്ര രാജ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? അവർ പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നു. അവർ അവരുടെ അഭിപ്രായം പറയുന്നു. സന്തോഷ് പണ്ഡിറ്റ് പണിയെടുക്കുന്നു, അവർ അവരുടെ പണിയെടുക്കുന്നു. പിന്നെ പൊതുവിൽ എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. ഒരു നിലപാടാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പ് ചോദിച്ചാണ്, ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇയാൾ പറയുന്നത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന ചില ജോലികൾ ഇയാൾ ഈ ചെയ്ത ജോലി ശരിയാണോ തെറ്റാണോ. അപ്പം എന്നോട് അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കിങ്ങനെ കൺഫ്യൂഷൻ അല്ലേ, പല കാര്യങ്ങളിലും നമുക്കൊരു സംശയം വരും, ഇയാൾ ചെയ്യുന്ന രീതി ശരിയാണോ അല്ലെങ്കിൽ ഇവൾ ചെയ്യുന്നത് ശരിയാണോ. അപ്പോൾ പറഞ്ഞാൽ ആ ഇതിൽ അവർക്ക് കൺസിസ്റ്റൻ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. എന്ത് തിയറി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കും, നിങ്ങൾ കോൺഗ്രസ് ആണ്, നിങ്ങൾ BJP ആണ്, വാട്ട് എവർ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മോഡേൺ ആയി ചിന്തിക്കുന്നു, നിങ്ങൾ ഫെമിനിസ്റ്റായി ചിന്തിക്കുന്നു, ഒരാൾ പറയുന്നത് വളരെ ഓർത്തഡോക്സ് ആവുന്നു. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കതിൽ കൺസിസ്റ്റൻ്റായി നിങ്ങളുടെ തിയറി ആണ് കറക്റ്റ് എന്ന് വേണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ അതിൽ നിന്ന് വിജയിച്ചാൽ മതി. ഇതാണ്. അപ്പോൾ അയാൾ കൺസിസ്റ്റൻ്റായി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിലപാടുകൾ കൃത്യതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, ആ വ്യക്തിയാണ് ശരി എന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, ഇനി സന്തോഷ് പണ്ഡിറ്റിലേക്ക് വരാം. 2011 കുറെ മിമിക്രിക്കാർ പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ട ഇന്റർവ്യൂ ആയിരിക്കും, ഇയാളുടെ ചെരുപ്പ് ശരിയല്ല. തിരുവോണത്തിന്റെ പരിപാടിയാണ്, ചിന്തിക്കണം. എല്ലാവർക്കും നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിലൊക്കെ ശ്രീകണ്ഠൻ നായർ എല്ലാവരെയും സ്വാഗതം, എല്ലാവരും തിരുവോണ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും. ഒരാഴ്ച മുമ്പ് നടത്തിയത്, അങ്ങനെ പറയാൻ പറ്റും, തിരുവോണത്തിൻ്റെ അന്നുള്ളതല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായിട്ട് സന്തോഷ് പണ്ഡിറ്റ് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ വിശേഷമൊക്കെ ചോദിക്കാം. മിമിക്രിക്കാരൻ, താങ്കൾ എന്തുകൊണ്ടാണ് ചെരുപ്പിടുന്നത്, എന്തുകൊണ്ട് ഷൂ ഇടുന്നില്ല? തിരുവോണത്തിൻ്റെ പരിപാടി കേട്ടോ. നിങ്ങളെ പടത്തിൽ എന്തിനാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ ഇട്ടോട്ടെ, നിനക്ക് ചോദിക്കാനുള്ള അങ്ങ് ചോദിക്കേ. ഞാൻ അപ്പം പിന്നെ മറ്റവൻ, നിങ്ങൾ എന്തിനാണ് കോട്ടിടുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടിടുന്നതാണോ നിന്റെ പ്രശ്നം? ഈ കേരള സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തോ ആദ്യം മനുഷ്യനാണോ കോട്ടിടുന്നത്? വേറെ ആള്. താങ്കളുടെ എല്ലാ സിനിമയിലും 8 പെൺകുട്ടിയുണ്ടല്ലോ, ഇതെന്തിനാണ് 8 എണ്ണം? ഒന്നുപോരെ? മറ്റേ മിമിക്രിക്കാരൻ, സത്യം ഞങ്ങളൊക്കെ ഞങ്ങളെ പോയിന്റിലേക്ക് വരും കേട്ടോ. ഞങ്ങളൊക്കെ ഓരോ സ്കിറ്റ് ചെയ്യുമ്പോൾ ഒരു പെണ്ണിനെ കിട്ടാനില്ല, ഞങ്ങൾ ആണിനെ പെണ്ണാക്കിയിട്ട് ഞങ്ങൾക്ക് നോക്കിയാൽ അത് സ്കിറ്റിൽ ആണിനെ പെണ്ണാക്കല. അപ്പം ഞങ്ങൾക്ക് പെണ്ണ് കിട്ടാതെ ഞങ്ങൾ ആണിനെ പെണ്ണാക്കുമ്പോൾ ഈ പണ്ഡിറ്റിന് 8 പെണ്ണുങ്ങൾ, ഏത് പെൺകുട്ടിക്ക് സന്തോഷ് പണ്ഡിറ്റിനെ കൂടെ എന്നാൽ ആ പെൺകുട്ടി ഓക്കെയാണ്, ഞങ്ങൾ വിളിക്കുമ്പോൾ വരുന്നില്ല. ഉത്തരം, സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്വഭാവം നല്ലതായിരിക്കും, കഴിഞ്ഞു, അല്ലേ പറയാൻ പറ്റും. അല്ലാതെ പക്ഷെ അവരുദ്ദേശിച്ചതല്ല. സന്തോഷ് പണ്ഡിറ്റ് ബഹളം വയ്ക്കും, എൻ്റെ സ്ക്രിപ്റ്റ് 8 പെൺകുട്ടികളാ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയും, ഇങ്ങനെയും പറയും. അപ്പോൾ ചിലർ പറയും, ഇയാൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞൊരു പേക്കാർഡ് വെച്ചൂടെ? ഞാൻ ഒരു ചേട്ടന് ഭയങ്കര കഴിവല്ലേ, ചേട്ടൻ മിമിക്രിയിലേക്ക് വന്നിട്ട് എന്തായി, വായ കൊണ്ട് ചെണ്ട കൊട്ടും മത്തളം കൊട്ടും എന്തോ ഒട്ടിക്കും. എത്ര വർഷമായി? 35 കൊല്ലം. ഇന്നേ വരെ നിന്നെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഒരാൾ വിളിച്ചിരിക്കുന്നു, ഒരു ഇനോഗ്രേഷൻ, സന്തോഷ് പണ്ഡിറ്റ് 450+ ഇനോഗ്രേഷൻ, നീ സമയം കിട്ടിയൊന്ന് അടിച്ചു നോക്ക്, അല്ല അത് പോകുന്നുണ്ട്, ഓക്കെ, നിന്നെ ഇന്നേ വരെ ഏതെങ്കിലും ഒരുത്തം വിളിച്ചിട്ടുണ്ടോ? പോട്ടെ, ഈ പരിപാടിക്ക് ഒരു ചാനൽ പ്രോഗ്രാം പലപ്പോഴും 50,000 1,00,000 പോകുന്നതാണ്, പൈസ പറഞ്ഞ് മോശം വെച്ചു. ഈ പരിപാടിക്ക് പോലും സന്തോഷ് പണ്ഡിറ്റ് പൈസ വാങ്ങിച്ചിട്ട് വന്നത്. നിനക്ക് ഉച്ചഭക്ഷണം അല്ലാതെ എന്തെങ്കിലും ഈ ചാനലുകാരൻ തന്നിട്ടുണ്ടോ? ഇല്ല. മലയാളി ദിവസം പോലത്തെ ഒരു പരിപാടി നമുക്കൊരു 10-26 ലക്ഷം രൂപയാണ് കിട്ടുന്നു. നിന്നെ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും കഴിവുള്ളവൻ എന്തുകൊണ്ട് വിളിച്ചില്ല? അപ്പം ഇതേപോലുള്ള കാര്യങ്ങൾ 2011 ചിന്തിക്കണം അല്ലേ? നിങ്ങൾ കണ്ടതല്ലേ ശ്രീകണ്ഠൻ നായർ ഷോ? മറ്റേ സൈഡിലിരിക്കുന്ന മിമിക്രിക്കാരൻ, നിങ്ങൾ വലിയ സംഭവം ഒന്നല്ല, 5 ലക്ഷത്തിൻ്റെ പടമല്ലേ 2 മണിക്കൂർ 40 മിനിറ്റിൻ്റെ, ആർക്കും എടുക്കാം, 100 കോടി ക്ലബിൽ എത്തിക്കാം. ഞാൻ പറഞ്ഞു പറ്റൂല, ആ പടം എടുക്കാൻ സന്തോഷ് പണ്ഡിറ്റിനെ ലോകത്ത് പറ്റൂ. അപ്പോൾ കൂടുതലായി എന്നെ വെറുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ് ഉറപ്പുണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കുക. എന്നെ വെല്ലുവിളിച്ചു പോയി. എവിടെ പടം? ഞാൻ പറയുന്നത് ഇപ്പോൾ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. അപ്പോൾ അവിടെ നിലപാടുപരമായി സന്തോഷ് പണ്ഡിറ്റ് ഓക്കെ അല്ലേ? ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എവിടെയാണ് പ്രശ്നം? ആ സൈഡിൽ നിന്നുകൊണ്ട് എന്താണ് പറയുന്നത്? ഞാൻ നിലപാട് എന്താണ് ഞങ്ങൾ പറയുന്നത്? ആ സൈഡിൽ നിന്ന് എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ പാട്ട് എഴുതും. ഞാൻ പറഞ്ഞ 8 പാട്ടിൽ 1 പാട്ട് ഇംഗ്ലീഷാണ്, ഞാനും ഇത് ഇംഗ്ലീഷ്. എന്താ ചേട്ടൻ്റെ വിദ്യാഭ്യാസം? 9ാം ക്ലാസ്. മലയാള പാട്ട് ഇതുവരെ എഴുതിയിട്ടുണ്ടോ? ഇല്ല.
ഗ്രാഫിക്സും ആനിമേഷനും ഒക്കെ സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, എഡിറ്റിംഗ് ഒക്കെ. ഞങ്ങളും ചെയ്യും. കമ്പ്യൂട്ടർ ഓണൊക്കെ അറിയോ? ഇല്ല. നിങ്ങൾ ഒരാളെ വെല്ലുവിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് 2011 ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയല്ലേ നിങ്ങളുടെ ഇന്റർവ്യൂവിലായാലും അതിന്റെ നിലപാടുപരമായി അതിൻ്റെ പറയുന്നത്. ഇന്ന് ഞാൻ എന്താണ് പറയുന്നത്? 1947 ആഗസ്റ്റ് 15 മുതൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാണ്. ഇവിടെ നിങ്ങൾക്കും എനിക്കൊക്കെ സിനിമ എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സിനിമ എടുക്കുകയാണെങ്കിൽ സെൻസർ ചെയ്യണം. സെൻസർ ചെയ്തിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണം. മൊത്തം കിട്ടുന്നതിന് ഇത്ര ശതമാനം GST എന്താ സംതിങ്. അല്ലാതെ അതിന് X എന്ന നടൻ വേണമെന്ന് എവിടെയും പറയുന്നുണ്ടോ? ഉണ്ടോ? Y എന്ന നടി വേണമെന്ന് പറയുന്നുണ്ടോ? ഇത്ര ബജറ്റിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അപ്പൊ നിയമപ്രകാരം സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് കറക്റ്റാണ്. കാണാതിരിക്കുക. ഞാൻ ആരും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ. ഇന്നും ഞാൻ അതന്നെയല്ലേ പറയുന്നുള്ളൂ. ഇപ്പൊ ഇതുപോലുള്ള പല നിലപാടുകളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇപ്പൊ പല ഷോകളിലും പോയിട്ട് അവരിങ്ങനെ പല ചർച്ചകളിലും അല്ലെങ്കിൽ സന്തോഷേട്ടന് ഹേർട്ട് ആവുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവരോടൊക്കെ ഇപ്പോഴും ഒരു വിദ്വേഷം സൂക്ഷിക്കുന്നുണ്ടോ? കാരണം ഇപ്പം മേജർ രവി ഷോയിൽ പോയിരുന്നു, ഇതുപോലെ ശ്രീകണ്ഠൻ നായർ ഷോയെ, ഇതുപോലുള്ള പല ഷോകളിൽ പോകുന്നു. അപ്പോൾ ഇവരോടൊക്കെ പോകുമ്പോഴത്തേക്കിന് അവിടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വിദ്വേഷം സൂക്ഷിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ പിന്നീട് അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചു പോകുന്നുണ്ടോ? എങ്ങനെയാണ്? ഇവിടെയൊന്നും ദേഷ്യത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഞാൻ ഇതിലൊക്കെ കുറച്ചുകൂടെ ഒരു നിലപാടുപരമായിട്ടാണ് കാണുന്നത്. ഇപ്പം ജോൺ ബ്രിട്ടാസ് ആയിട്ട് പോയി, അതല്ലെങ്കിൽ നമ്മുടെ നിതീഷ്, എന്നാ ഇങ്ങനെയുള്ള നിതീഷ്, കഴിഞ്ഞ ആരെയും പേര് പറയണ്ടാൻ വിചാരിച്ചാണ്, എന്നാലും ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഷാനി ആയിട്ടുള്ള ഇന്റർവ്യൂ, അപ്പോൾ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ വിശ്വസം ഞാനൊരു ഇന്റർവ്യൂ, ഞാൻ ചെറുപ്പത്തിൽ ചെറുതായിട്ട് ശൈത്യശാസ്ത്രം പഠിച്ചിരുന്നു. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയാൽ തന്നെ വെറുതെ ഞാൻ ആരെയും അധികം അങ്ങനെ തുറച്ചു നോക്കില്ല, ഒറ്റ നോടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച്, ശൈത്യശാസ്ത്രത്തിൽ എന്താ വെച്ചാൽ നിങ്ങളെന്താ ഒരു വ്യക്തി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒറ്റ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശൈത്യശാസ്ത്രം മര്യാദയ്ക്ക് പഠിച്ചോണ്ട കാര്യം പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ജന്മം എന്താണ്, ഈ ജന്മം എന്താണ്, ഏതാണ്ട് എത്ര ആയുസായിരിക്കും വരിക, അടുത്ത ജന്മം എന്താ വരിക എന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആ വ്യക്തിക്ക് കിട്ടും. എനിക്ക് അങ്ങനത്തെ യാതൊരു കഴിവുമില്ല. ഞാനത് ശ്രമിച്ചിരുന്നു എന്നേ ഞാൻ പറയുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ബേസിക്സ് ഞാൻ പഠിച്ചു വെച്ചിരുന്നു. അപ്പം ഇവരൊക്കെ ഈ ജോൺ ബ്രിട്ടാസ് ആയാലും പിന്നെ അവരുടെ മാതൃത്വം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അന്ന് മിമിക്രിക്കാർ പോകുമ്പോൾ മിമിക്രിക്കാരായതിലും ശ്രീകണ്ഠൻ നായർ ഷോയിലായാലും ഞാൻ ശ്രീകണ്ഠൻ നായരെ ഒന്ന് വെറുതെ വിലയിരുത്തി ഇരിക്കുന്ന ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ, ഞാൻ എന്നെ വിശ്വമുള്ള ഐക്യമാണ് പ്രശ്നം. ഒരാൾക്ക് ഐക്യം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കൂ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇവരെ ഫസ്റ്റത്തെ ചെരുപ്പുണ്ടോ, എന്തുകൊണ്ട് ഷൂ ഇടുന്നില്ല, ഇത് കണ്ടിട്ട് ഇദ്ദേഹം മോനെ വെരി ഗുഡ് പറയും കൂട്ടാന്നിട്ട് അവർക്ക് മാത്രം മൈക്ക് കൊടുക്കുന്നു. ലേസർ ഒബ്സർവേഷൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് സുഖമായിട്ട് ഇതിലൊക്കെ സ്കോർ ചെയ്യാം. വേദങ്ങളും ഇതൊക്കെ പഠിച്ചപ്പോൾ അതിലൊരു കഥ പറയുന്നുണ്ട്. ഒരാളെ എങ്ങനെയാണ് നേരിടേണ്ടത്. എന്നെ വെച്ചുള്ള എല്ലാം ഒരു ആസ് പെർ റൂളാണ്. ഞാൻ നിയമപ്രകാരമായിട്ട് ഒരുവിധം എല്ലാ കാര്യം ചെയ്യണം. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ്. ഇപ്പോൾ സിംഹം ഒരു മാനിനെ കൊന്നു, അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം വെച്ച് അതിന് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ടേ പോവുള്ളൂ. അത് പിറ്റേ ദിവസത്തേക്ക് നമ്മളെപ്പോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം കഴിക്കാൻ പോകില്ല. ബാക്കി വേണ്ടവരെ കഴിക്കാം. അപ്പോൾ ഒരു സിംഹം അതേപോലെ ഒരു മാനിനെ കൊന്നിട്ട് കഴിച്ചതിന് ശേഷം പകുതി അവിടെയുണ്ട്. അപ്പോൾ ഒരു കുറുക്ക സമാധാനത്തിൽ അത് പോയിട്ട് കഴിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു പുലി വന്നു, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അതെ സിംഹം എന്നെ നോക്കാൻ ഏൽപ്പിച്ച് പോയതാ, അത് കഴിച്ചിട്ട് പോയതാണ്, എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ സംതിങ്. പുലി അത് വിശ്വസിച്ചു. ഓ അങ്ങനെയാണല്ലേ, ശരി ഇന്ന് ഈ സിംഹത്തിനോട് അടി കൂടണമെന്നുണ്ട്, അത് പോയി. അപ്പോൾ എന്നാൽ പിന്നെ ഇത് കഴിക്കാൻ നോക്കുമ്പോണ്ട് കുറേ പൂച്ചയും എലിയൊക്കെ വന്നു, ഞങ്ങൾക്ക് വേണം അതിൻ്റെ പങ്ക്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു ഒന്നങ്ങ് തന്നോണ്ടല്ലോ മര്യാദയ്ക്ക് ഓടാക്കുന്നു കണ്ടപ്പോൾ ഇതൊക്കെ പേടിച്ചു പോയി. ശരി ഇനി കഴിക്കാൻ പോകുമ്പോൾ ഒരു ശരിക്കും കുറുക്കൻ തന്നെ വരുന്നു. അപ്പോൾ ഒരാളോട് ഇവൻ പേടിപ്പിച്ചു വിട്ടു, ഒരാളോട് കൗശലം ഉപയോഗിച്ചു. കാരണം കുറുക്കനെ ഈ പുലിനോട് അടിച്ച് ജീവിക്കാനാവില്ല. ഇപ്പം വരുന്ന കുറുക്കനാണ്. ഈ കുറുക്കനോട് ഈ 2 കഥ പറഞ്ഞാലും കുറുക്കൻ വിശ്വസിക്കില്ല. കാരണം ഈ കുറുക്കൻ്റെ അത്ര തന്നെ ബുദ്ധി മറ്റേ കുറുക്കനും ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് സിംഹം ഇട്ട് പോയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അടിക്കുന്നു പറഞ്ഞാൽ അവൻ പറയുന്നതിൻ്റെ ഞാനും തിരിച്ചടിക്കുമെന്ന്. കാരണം അവനുള്ള പവറുണ്ട്. അപ്പോൾ ഈ കുറുക്കൻ പറഞ്ഞ ഉത്തരം എന്താ അറിയാം? നമ്മൾ 2 ആൾ യുദ്ധം നടത്തുന്നു, യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് അത് ഈ മാനിനെ കഴിക്കുന്നു. ഓക്കെ ഡൺ. അതായത് ഒരാളെ എങ്ങനെയാണ് ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ്. ഇതൊന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുറുക്കൻ ഒരു പൂച്ച, എലി, ഇങ്ങനെയുള്ള പെരിച്ചാഴിനെയൊക്കെ കണ്ടതുപോലെയാണ് എനിക്ക് മിമിക്രിക്കാരും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് അല്ലെങ്കിൽ ഷാനി ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. കാരണം ഇവരോട് എനിക്കൊരു സാധാ ബുദ്ധി മതി. ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിപൂർവ്വം ഇവരെ വീഴ്ത്താനുള്ള ലെവലൊന്നും ഇവർക്ക് എനിക്ക് തോന്നിയില്ല എന്ന്. അവർക്ക് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, എനിക്ക് തോന്നിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടെന്നും കൂടെ ഞാൻ പറയാം. അപ്പം മിമിക്രിക്കാരെന്ന് സ്വല്പം ഞാൻ പറയുന്നില്ല,
എടാ നീ ഒറ്റ തന്തയ്ക്ക് പിറക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നീ 5 ലക്ഷം ചെയ്ത് കാണിക്കുക, ആർക്കും ചെയ്യാന്നാണല്ലോ പറഞ്ഞത്. ചെയ്യുന്നു പറഞ്ഞു പോയി. ഇവന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ആ അച്ഛൻ ഇന്നും കരയുന്നുണ്ടാവും. എന്നിട്ട് എന്തേ 13 കൊല്ലമായിട്ട് ഒന്നുമില്ലല്ലോ. കാരണം ഇവർക്ക് ഈ നിലവാരമേ ഉള്ളൂ. ഞാൻ അവരെ മോശമെന്നല്ല പറയുന്നത്. ശരി, ഇപ്പൊ ജോൺ ബുട്ടാസിന് എടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ദുർബലമായി തോന്നിയ ഒരു ആങ്കറാണ് ജോൺ ബുട്ടാസ്. കാരണം മലയാള സിനിമയുടെ മാറ്റങ്ങളുടെ കുറിച്ചാണ് ചർച്ച. കേൾക്കൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്തു. അവിടെ ഇരിക്കുന്ന ഇയാൾ തന്നെ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ടവർ, മറ്റുള്ള നടന്മാരുടെ ഫാൻസ് ആയിരിക്കും. മലയാള സിനിമയിൽ എന്തെല്ലാം മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ചോദിക്കുന്നത്, 365 ദിവസം ഓടിയ സിനിമയാണ് ചിത്രം. അതിന്റെ നിർമ്മാതാവോ ഇല്ല. എന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെ സൂപ്പർ ഹിറ്റായ എത്ര, അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ മൈ ഡിയർ കുട്ടിച്ചാത്തം പോലുള്ള സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ അതിന്റെ നിർമ്മാതാക്കൾ വരണ്ടേ? മലയാള സിനിമയുടെ മാറ്റത്തെക്കുറിച്ചാണെങ്കിൽ അതേപോലെ ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമ കണ്ടുപിടിച്ച ഞങ്ങളാണ്, അതിന്റെ അച്ഛൻ ഞാനാണ്, അമ്മ ഞാനാണെന്നും പറഞ്ഞ് കുറെ സംവിധായകർ ഇവിടെ ഉണ്ടല്ലോ. ഇതിൽ ഒരാളെ പോലും ഇദ്ദേഹം വിളിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ചെറുതായി കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയുടെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവരണ്ടേ? നിങ്ങൾ മമ്മൂക്കേട്ടൻ ലാലേട്ടനെയൊക്കെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അവരൊക്കെ ഒരു ഹെവി ആയിട്ടുള്ള താരങ്ങളാണ്, അവർ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. പക്ഷെ ഈ സംവിധായകരെ ഇതുപോലുള്ള ആളുകളെ കൂടെ കൊണ്ടുവരണ്ടേ? അവരോട് ചോദിക്കണ്ടേ, ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ 365 ദിവസം ഓടി റെക്കോർഡ് ഇട്ട സിനിമയുടെ നിർമ്മാതാവാണ് നിങ്ങൾ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സിനിമ ചെയ്യുന്നില്ല എന്ന് ആ മനുഷ്യനോട് ചോദിക്കണ്ടേ? അതിൽ ആകെ ഒരു സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണോ മലയാള സിനിമയിൽ എന്തൊക്കെ മാറ്റം, ഇനി ഭാവി എന്തെന്ന് പറയാൻ ഒരു സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണോ? അത് ജസ്റ്റ് ഞാൻ വന്ന സമയം കൂടെ ആലോചിക്കണം. ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? മാറ്റത്തെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ആളുകൾ വേണം. പക്ഷെ ഇതൊന്നുമില്ലാതെയാണ് ഇവിടുത്തെ ചർച്ച. ഞാൻ ആ സമയത്ത് ചോദിച്ചപ്പോൾ എനിക്ക് തന്ന ഉത്തരം, സന്തോഷ് സാറേ നിങ്ങൾക്ക് 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ വീഡിയോ ഒക്കെ നല്ല ഹിറ്റാ, നമുക്കിത് റേറ്റിംഗ് ഉണ്ടാവും. ഇദ്ദേഹമല്ല പറഞ്ഞ്, അവിടെയല്ല വേറെ ആളാ പറഞ്ഞ്. ഈ റേറ്റിംഗ് മാത്രമാണോ? നമ്മൾ സമീപിക്കുന്ന വിഷയത്തിനോടൊരു ഇത് വേണ്ടേ? ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? ഓക്കെ. പിന്നെ ഈ ഷാനിയുടെ ഒരു നിയന്ത്രണ രേഖ എന്തുകൊണ്ട് എനിക്ക് ഇവർ സിമ്പിളായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു പേരെ ഇരുത്തുന്നു. ഇദ്ദേഹം 5 ലക്ഷത്തിന് പടം ചെയ്തു, പുതുമുഖർക്ക് അവസരം കൊടുത്തു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു MA നിഷാദ്, ഇങ്ങനെയൊക്കെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിജയം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഞാൻ ആലോചിക്കുന്ന, ഈ ഷാനിക്ക് വിവരമില്ലാന്ന് എനിക്ക് തോന്നാൻ കാരണം, അവിടെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത സംവിധായകനല്ലേ ഇരുത്തേണ്ടത്. ഞാൻ പറയുന്നത് വേറൊരുത്തന്നെ സിനിമ പഠിപ്പിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഈ നിയന്ത്രണ രേഖ എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നാതെ പോയെന്ന്, അവിടെ ഇരുത്തേണ്ട കണ്ട അണ്ടനെയും അടകോടനെയും അല്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല ജി, ഞാൻ പറയുന്നത് ഒരു സിനിമ എങ്ങനെ 100 ദിവസം ഓടിക്കാന്ന് ഒരുത്തൻ എന്നെ പഠിപ്പിച്ചു തരികയാണ്. മനസ്സിലാക്കണം. ആ മനുഷ്യന്റെ ഒരു സിനിമയെങ്കിലും വിജയിക്കണ്ടേ? അപ്പൊ ഞാൻ അവരോട് ഇങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ ആയുസിൽ ഇന്ന ഒരു സിനിമ നിങ്ങൾ സിനിമ ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചത്ത് മണ്ണടിയുന്ന ഒരു സിനിമ വിജയിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്ന് അന്ന് ഞാൻ ചോദിച്ചു. വീണ്ടും എൻ്റെ അമ്മ പറഞ്ഞ ഇതിൽ നോക്കുകയാണെങ്കിൽ, MA നിഷാദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അതിന് ശേഷം സിനിമ എന്തോ 1 ചെയ്തെന്ന് തോന്നുന്നു, എന്തായാലും 8 നില പൊട്ടിയിട്ടുണ്ട്, ഒരു സിനിമ പോലും വിജയിച്ചില്ല. അപ്പൊ സന്തോഷം വേണ്ടിട്ട് പറഞ്ഞല്ലേ ശരി. എന്റെ 12 സിനിമ എനിക്ക് നഷ്ടമായിട്ടുമില്ല. അല്ല ഇത് കേൾക്കോ, അല്ല ഇനി ഓരോരുത്തരെ വിലയിരുത്താം. ഇനി നികേഷ് കുമാർ, അത് അപ്പൊ താങ്കളുടെ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊടുക്കാം, നെഗറ്റീവ് അറിയാം. ചേട്ടാ സിനിമ ഉണ്ടോ? ഇല്ല. നിങ്ങളെ ചാനലിൽ സിനിമ ഉണ്ടായിരിക്കും ഉണ്ടാവില്ലേ? ഒരേ കൂട്ടി വിളിക്കുന്നു, ചേട്ടാ സിനിമ കണ്ടില്ലല്ലോ. അല്ല കാണാതെ പറയാം. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പൊ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ ദുബായ് കാണണമെന്നില്ല ദുബായിയെ കുറിച്ച് പറയാൻ, പക്ഷെ ഞാൻ ദുബായ് കണ്ട മനുഷ്യനാന്ന് വിചാരിക്കാം, എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ഞാൻ കുറച്ച് തള്ളലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാൻ ചിലപ്പോൾ കളവായിരിക്കും പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് ആധികാരികമായി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തെളിവ്, അല്ലെങ്കിൽ നിങ്ങളെ അതിനുള്ള തെളിവ് വേണം. അപ്പൊ നികേഷ് കുമാറായിട്ടും ഇവിടെയുള്ള പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്നവർക്ക് ലേശ ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുറച്ച് കഷ്ടപ്പാടിൻ്റെ അവസ്ഥയുള്ളൂ. സന്തോഷ് പണ്ഡിറ്റ് 13 കൊല്ലത്തിനിടയിൽ എത്രയോ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു ഇന്റർവ്യൂ മാത്രമാണ് ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരു ഇന്റർവ്യൂ. ഏതാണ്ടുണ്ട് നിങ്ങൾ ആലോചിക്കുന്നുള്ളത് എനിക്ക് ഇന്റർവ്യൂ ആണ്. TG മോഹൻദാസ് സാറായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓൺലൈൻ ചാനലാണ് കേട്ടോ. TG സാറായിട്ട് നമുക്കൊരു ഇന്റർവ്യൂ വെച്ചാലോ എന്ന് സത്യം പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് ലേശം ഒന്ന് പതറി. ശരി, ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇരിക്കുന്ന പോലെ TG സാർ എൻ്റെ മുന്നിലിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, സന്തോഷേ നിന്നേക്കാൾ ഐക്യമുള്ള ഒരാളാണ്, നിന്നേക്കാൾ ഒരുവിധ എല്ലാ വിഷയങ്ങളിലും വിവരമുള്ള ഒരാളാണ്, വളരെ ശ്രദ്ധിച്ച് മിമിക്രിക്കാരോടൊക്കെ പറയുന്നതാണോന്ന് ഇയാളോട് പറയാൻ പറ്റൂല. കാരണം അയാൾ അപ്പം അതിൻ്റെ തെളിവ് തരും. കാരണം മിമിക്രിക്കാരുടെ 9ാം ക്ലാസ് നോളജ് മറ്റവരെ അല്ല വിമർശിക്കാൻ വേണ്ടി മാത്രം മൈക്ക് കൊടുക്കുന്ന ആ ബുദ്ധി, അല്ലാതെ ഷാനിന്റെ മുന്നിൽ ഇരിക്കുന്നോണോ, ബ്രോൺ ബിട്ടാസിന്റെ മുന്നിൽ ഇരിക്കുന്നോ, കേഷ് കുമാറിന്റെ മുന്നിൽ ഇരിക്കുന്നോണല്ല TG മോഹൻദാസിനെ പോലെ വിവരമുള്ള ഒരാളെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആക്കണമെന്ന്. അപ്പൊ അദ്ദേഹം ശരി എന്തും ചോദിക്കാലോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, സന്തോഷ് ഗവൺമെന്റ് എംപ്ലോയി ആണല്ലേ? അതെ സാർ. ഓക്കെ,
എങ്ങനെ പിടിപിടിയിൽ അഴിമതിയൊക്കെ നടക്കാറുണ്ടോ? ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് എങ്ങനെ പറഞ്ഞാലും, പ്രത്യേകിച്ച് വാ തുറന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ തെളിവുള്ളതേ പറയാവൂന്ന് വാശിയുള്ള ഒരു വ്യക്തിയും അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ എഫക്റ്റ് കൃത്യം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ മിമിക്രിക്കാർ ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ എന്തിനാ ഷർട്ട് ഇട്ട്, നിങ്ങൾ എന്തിനാ കോട്ടിട്ട് എന്നല്ല അയാൾ ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല, നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ ആ സത്യം പറഞ്ഞ അതൊക്കെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സ് പറയായിരുന്നു, അതിന്റെ ഡയറക്ടർ ഇതൊന്ന് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയെന്നൊന്ന് പറയണേ എന്ന്. കാരണം എൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ആ ലെവലുള്ള ഒരാളെ കിട്ടുമ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഈ കണ്ട അവിടെ ഇവിടെയും കിടക്കുന്ന ഓരോരുത്തരെ പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പം ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ വരുമ്പോഴും ഞാൻ നിങ്ങളെന്ന വ്യക്തിയെ ഒറ്റ നോട്ടത്തിന് പഠിക്കുന്നു. പിന്നെ നിങ്ങൾ വാ തുറന്ന് സംസാരിക്കണം. നമുക്ക് ഒരാളെ കാഴ്ചയിൽ നമുക്ക് കിട്ടില്ല, ആ വ്യക്തി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇവരുടെ ഒരു ജനറൽ നോളജ് എന്താണെന്നുള്ളത്. ഞാൻ എപ്പോഴും ഐക്യമുള്ളവരെ, കുറച്ച് വിദ്യാഭ്യാസമുള്ളവരെ പേടിക്കുന്നു. ടി.ജി. മോഹൻദാസ് സാർ അല്ലാത്ത ഒരു ഇന്റർവ്യൂ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഒരേ ഒരു ഇന്റർവ്യൂ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഇനി ചോദ്യം ചോദിക്കല്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഒരു മണിക്കൂറിൽ അദ്ദേഹം ഓക്കെ സന്തോഷ് എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടതാണ്. അത് അപ്പൊ ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും ചാനലുകാർ സന്തോഷ് പണ്ഡിറ്റിന്റെ ചാനൽ എന്നല്ല, ഓൺലൈൻ ചാനലാണെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് ആണ് വരുന്നതെങ്കിൽ കണ്ട അണ്ടനെ അടകോടനെയും കൊണ്ടുവരാതെ ലേശം, ഭയങ്കര വിദ്യാഭ്യാസം ഞാൻ പറയുന്നില്ല കേട്ടോ, അവർ തെരഞ്ഞെടുത്ത വിഷയത്തിലെങ്കിൽ ലേശം വിവരമുള്ള വല്ലവരെയും കൊണ്ടുവന്നാൽ ചൂട് നന്നാവും. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ഈസി ആയിട്ട് മറ്റവൻ അടിച്ചൊതുക്കി പോകും. കാരണം ഞാൻ പറയുന്നത് നോ എന്ന് പറയാനുള്ള വിവരം ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. ആ വ്യക്തിക്ക് എൻ്റെ അടുത്ത് തെളിവില്ല, ആ വ്യക്തിക്ക് ഒബ്സർവേഷൻ എന്ന ക്വാളിറ്റി ഇല്ല. ചേട്ടൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ആ ഒരു പ്രോഗ്രാമിൽ ചെന്നിരുന്നപ്പോഴത്തേന് ഇവരോടൊക്കെ ചോദിച്ചു, സൂപ്പർ ഹിറ്റ് സിനിമകൾ വിജയിപ്പിച്ച അല്ലെങ്കിൽ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആക്കിയ സംവിധായകരെ കൊണ്ട് ഇരുത്തിക്കൂടായിരുന്നോ, ഈ അണ്ടനെ അടകോടനെയൊക്കെ എന്തിനാ കൊണ്ട് ഇരുത്തിയെന്നുള്ളത്. ആ പരിപാടി തന്നെയല്ല ചേട്ടന് ഇരുന്നത്. അപ്പൊ ചേട്ടന്റെ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആണെന്നാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അവിടെ ഇരിക്കാനുള്ള യോഗ്യത ചേട്ടനുണ്ട്. അല്ല ജി, എന്റെ ചോദ്യം ഇതാണ്, അവരെന്നെ എങ്ങനെയാണ് സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കുക എന്ന് പഠിപ്പിച്ചു. നോട്ട് ദ പോയിന്റ്. അവിടെ ഇരുത്തണം എന്നല്ല. എം.എ. നിഷാദിനെ പോലത്തെ മൂന്നാംകിട സംവിധായകർ ഇരിക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല. ഇതല്ലത്തെ അടുത്ത വിഷയം. അങ്ങനെയുള്ള ആളുകൾ ആ ലെവലിലെ മറുപടി പറയാവൂ. അതുകൊണ്ടാണ് അവർ തിരിച്ചു ചമ്പുന്നത്. നിങ്ങൾ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇന്ന് വരെ ചെയ്ത് ഏതെങ്കിലും ഹിറ്റായെന്ന് നോക്കിയപ്പോൾ അയാൾ ബബാബി അടിച്ചു. ഇത് തന്നെയാണ് മിമിക്രിക്കാരെയും പ്രശ്നം. അന്ന് ആ മിമിക്രിക്കാരനോട് പറഞ്ഞു, നീ 5 ലക്ഷത്തിന് ചെയ്യുന്നതിന് ചെയ്ത് കാണിക്കുന്നത്. അതിന്റെ സ്ഥാനത്ത് നല്ലൊരു പ്രമുഖ സംവിധായകനാണെന്ന് വിചാരിച്ചു, സന്തോഷ് പണ്ഡിറ്റ് അത് പറയൂ. തിരിച്ചും പറയാം, അങ്ങനെ ഒരു സംവിധായകൻ ഒരിക്കലും 5 ലക്ഷത്തിന് ഞാൻ സൂപ്പർ സ്റ്റാറിന് വെച്ചൊരു 100 കോടി പടം ചെയ്യുന്നു അയാളും പറയില്ല. ചേട്ടാ, അതേപോലെ ചേട്ടന്റെ മുൻപുള്ള ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോ മലയാള സിനിമയിൽ ഒരു ലോബി ഉണ്ട്, ഒരു അങ്ങനൊരു, അതായത് ചേരി തിരിഞ്ഞുള്ള കുറച്ച് ഗ്രൂപ്പിസം ഉണ്ട്, അങ്ങനൊക്കെ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ എന്താണ് കാരണം? ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഇന്റർവ്യൂ കാണുന്നതിന് മുമ്പ് ഇന്നേ വരെ നിങ്ങളോട് ഒരാളും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ആ ഒരു ഇന്റർവ്യൂലാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നാ ഞാൻ പറഞ്ഞു, നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ അതിന് തൊട്ടു മുമ്പ് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ചാനലുണ്ട്. അതില് ഷാജൻ സക്രിയ എന്ന് പറഞ്ഞ വ്യക്തി പുഴു എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറുടെ ഭർത്താവുമായി ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അത് കണ്ടിരുന്നു? അത് ആ ഒരു വിഷയം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അതായത് ആ ഒരു ഇന്റർവ്യൂവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് മുമ്പായിട്ട് മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ച് വേറെ ആൾ പറഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. ഇല്ല, ഞാൻ കേരള സംസ്ഥാനത്ത് ആദ്യമായി മലയാള സിനിമയിൽ ഒരു ചേരിതിരിവുണ്ടെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂയുടെ ഇല്ല, ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ആ ഇന്റർവ്യൂ, അങ്ങനെ ഒരു ഇന്റർവ്യൂ നടന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് മുമ്പായിട്ട് ഏതോ ഒരാൾ ഈ കേരള സംസ്ഥാനത്ത് 3.5 കോടി ജനങ്ങളിൽ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. ആ ഇന്റർവ്യൂയുടെ ഒരു ഇതായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, അതിൽ അദ്ദേഹം പറഞ്ഞ, ആ ഡയറക്ടറുടെ ഭർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് അവര് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നും, അപ്പൊ അതില് അവരെ സിനിമകളിൽ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ആൾക്കാരായിരിക്കും എങ്ങനെ ഉയർന്ന ജാതിക്കാരെ മോശമാക്കിക്കൊണ്ട് സിനിമ കാണിക്കുക. അങ്ങനെയുള്ളതാണ് അവരെ പൈസയ്ക്ക് അവർ ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് 3 തരം മാഫിയുണ്ട്. ഒന്ന് തിരുവനന്തപുരം മാഫിയ, ഒന്ന് എറണാകുളം മാഫിയ, ഒന്ന് മട്ടാഞ്ചേരി മാഫിയ. അതൊക്കെ കുറച്ച് മുമ്പേ ഉള്ളതാണ്. ഇപ്പൊ 2014 ശേഷമാണ് വരുന്നത്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞൊരു സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതില് സൗബിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഈ ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഇങ്ങനെ തമ്പുരാനായിട്ടും നായരൊക്കെ ആയിട്ടാണ് വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്,
അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ചെയ്തതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ സവർണൻ ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. പക്ഷേ സവർണനായി ചെയ്യുന്ന ഒരു ക്രിമിനൽ മിസ്റ്റേക്ക് ആണെന്ന് ഇന്ന് വരെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ സത്യം ഇതാണെന്നിരിക്കെ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും അദ്ദേഹം ചെയ്ത മുഴുവൻ സിനിമകളിലും അദ്ദേഹം സവർണൻ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ആദിവാസിയായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ റോളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എന്തോ ഒരു മഹാഭാവമാണ് എന്നതാണ് ഇൻഡയറക്റ്റ്ലി അവിടെ പറയുന്നത്. അതായത് സവർണനായി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാഭാവമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അതൊരു ക്യാരക്ടർ അല്ലേ പറയുന്നത്? വാട്ടവർ. ഈ ജെൻസിൽ വരുന്ന എല്ലാ സിനിമകളിലും അങ്ങനെയാണ്. പിന്നെ ഈ മട്ടാഞ്ചേരി മാഫിയയുടെ പൊതുവിലുള്ള സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവിനും, അവരുടെ പല സിനിമകളിലും കഞ്ചാവ് അടിക്കുന്നതിൽ എന്താണ് തെറ്റ്? കൂടുതൽ ആൾക്കാർ മദ്യം കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു തെറ്റ് ചെയ്യാൻ രക്ഷപ്പെടുക. ഇതിന് മുൻകാലങ്ങളിലും തെറ്റ് ചെയ്യുന്നതും ക്രിമിനൽസ് ഒക്കെ നമ്മുടെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവസാന നായകനെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടോ അല്ലേ, നമ്മുടെ മുൻകാലങ്ങളിൽ 1980-ലും 70-ലൊക്കെ ക്രൈംസ് ഉള്ള സിനിമകൾ തന്നെയാണ് വരുന്നത്. പക്ഷെ ആ ക്രിമിനലിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു സിനിമ ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവസാനം ഒരു സ്ഥലത്ത് കട്ടിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് എങ്ങനെ കക്കാം, അല്ലെങ്കിൽ എങ്ങനെ പോലീസിനെ പറ്റിക്കാം, ഒരു ഡെഡ് ബോഡി, അങ്ങനെ ഈ രീതിയാണ് അവർ പലപ്പോഴും ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ പറ്റിച്ച് ഒരുത്തൻ്റെ കൂടെ പോകുന്നു, ഇനി ഭർത്താവിനെ എങ്ങനെ പറ്റിക്കാം, ഭർത്താവ് ഭാര്യയല്ലാത്തൊരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നു, അവസാനം അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യനെ എങ്ങനെ പറ്റിച്ചു എന്നുള്ളതാണ്. തെറ്റ് ചെയ്യാൻ രക്ഷപ്പെടുക എന്നുള്ളതാണ് ജനറലി ഇത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ആ പറഞ്ഞതിന്റെ ഇത്. എന്നിട്ട് ഞാൻ അതിലെന്താണ് പറഞ്ഞത്? ഞാൻ തെറ്റാന്ന് പറഞ്ഞില്ല. നിങ്ങളത് മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞെന്താണ്, നിങ്ങളെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതും ഇന്ത്യൻ പീനൽ കോഡിലൊരു തെറ്റല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അവർക്ക് ഇന്ന മതത്തെ ഇഷ്ടമല്ല, ഇന്ന ജാതിയെ ഇഷ്ടമല്ല, അയാൾക്ക് അങ്ങനെ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സവർണ ഇതിൽപ്പെട്ട നായർ, മേനോൻ, നമ്പൂതിരി വിഭാഗങ്ങൾക്ക് അവരെ വില്ലന്മാരാക്കി ബോധപൂർവം, ഏതെങ്കിലും ഒരു സിനിമയൊക്കെയാണെങ്കിൽ അബദ്ധത്തിൽ പറ്റി വിചാരിക്കാം. അപ്പോൾ ഇദ്ദേഹം ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ ഇപ്പൊ പറഞ്ഞ ലാലേട്ടൻ സവർണനായി അഭിനയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ക്രൈം ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ പോലെ, അതൊരു ക്യാരക്ടർ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതും ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ കാണണമെന്ന് ഈ സവർണർക്ക് തീരുമാനിക്കാം. ഉടുപ്പുണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന് അവർക്ക് തോന്നുന്ന സിനിമകൾ കാണണ്ട. അത് ഏത് സിനിമയാണെന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പൊ ഒരു സിനിമയിൽ ഇപ്പൊ ഒരു എക്സ് എന്ന് പറഞ്ഞ മതം മോശമാക്കിക്കൊണ്ട് മുൻകാലങ്ങളിൽ വന്നിട്ടില്ലേ? ഞാൻ പറയുന്നു, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സിനിമയിലെ എക്സ് നട മതക്കാരനെ വില്ലനാക്കി. ഈ എക്സ് ചെയ്യുന്ന എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതുപോലെ നിങ്ങൾ പറയണം, നമ്മളെ എക്സ് നട മതക്കാരെ വില്ലന്മാരാക്കിയാൽ ഞങ്ങൾ കാണുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമല്ലേ അങ്ങനെ അല്ലേ? ഒരുത്തൻ ഇവിടെ സിനിമ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ ആ സിനിമ കാണണോ കാണണ്ടേന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കും ഉണ്ട്. ശരിയല്ലേ? കണ്ടിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും പറയാം. സന്തോഷ് പണ്ഡിറ്റ് ഒരു പെർസെപ്ഷനാണ് പറയുന്നത്, സവർണരെ അല്ലെങ്കിൽ കറുപ്പുടുത്ത വില്ലന്മാർ, ശബരിമലയ്ക്ക് പോകുന്നവരാണ് ഇവരെ വില്ലന്മാർ, വാട്ടവർ, അതൊക്കെ അവരെ പൈസയ്ക്ക് അവരിഷ്ടം പോലെ ചെയ്യുന്നു. പക്ഷേ അത് കാണണോ കാണണ്ടേന്ന് നിങ്ങൾക്കും തീരുമാനിക്കാം. ഇനിയിപ്പോ മട്ടാഞ്ചേരി മാഫിയല്ലേ, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെ ആർക്കാണ് പ്രശ്നം? അതും ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. ഇപ്പൊ ഒരു സിനിമ നിർമ്മിക്കുന്നതും സിനിമ കാണുന്നതും എല്ലാം ചോയ്സ് ആണ്. അപ്പൊ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇനിയിപ്പോ ഞാൻ പറയുന്നു, സിനിമയായിട്ട് കണ്ടാ മതിയല്ലോ. ഞാൻ പറയുന്നു അങ്ങനെ കണ്ടാ മതി. ഇനി ആർക്കെങ്കിലും പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ഈ ഒരു പെർസെപ്ഷനാണ് പറയുന്നത്. ഇതേപോലെ വേറെ ആൾക്ക് പറയാം, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളെ മോശമാക്കി. ഞാൻ പറയുന്നത് നിങ്ങൾ കാണണ്ട. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ സമുദായത്തെ മോശമാക്കിക്കൊണ്ടോ സിനിമകൾ നിങ്ങൾ എന്തിനാ കാണണം? പക്ഷെ ഈ ചർച്ചകളിലേക്കൊക്കെ വരാനുള്ള ഒരു കാരണം എന്താണ്? ഇവിടെ ഒരു പ്രമുഖ സിനിമ എടുത്തു, പക്ഷെ ഇപ്പൊ ഇഡിയുടെ ഇതൊക്കെ വന്നു, അല്ല സെർച്ചിങ് വന്നു, 200 കോടി 250 കോടി എന്ന് പറഞ്ഞു. പക്ഷെ അന്വേഷിച്ച് വരുമ്പോ എന്താണ്, തിയേറ്ററിൽ 10 ആളേ ഉള്ളൂ. ഇത് ഫാക്റ്റ് ആണ്. ഇത് സന്തോഷ് പണ്ഡിറ്റ്, ഇനി അത് സന്തോഷിന്റെ തലയിൽ ഇടരുത്. ഇത് ഫാക്റ്റ് ആണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ കുത്തും. ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിയേറ്റർ ഉണ്ട്, നിങ്ങളൊരു തരികിടയാന്ന് വിചാരിച്ചോ, 10 ആളെ നിങ്ങളെ സെന്ററിലോ നിങ്ങളെ സ്വന്തം നിങ്ങൾ നിർമ്മിച്ച സിനിമയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ 500 ആൾക്കും സിനിമ വന്നായിട്ട് നിങ്ങൾ രേഖയുണ്ടാക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ മലദോര കള്ളക്കടത്ത് നടത്തിയതോ കഞ്ചാവ് വിറ്റോ പൈസയൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായി. പിന്നെ പ്രത്യേകിച്ച് മട്ടാഞ്ചേരി മാഫിയയുടെ പല സിനിമകൾ കഞ്ചാവിന്റെ പേരാണ്. ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. അല്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഇൻഡയറക്റ്റ്ലി പറയുമ്പോൾ തന്നെ അവർക്ക് എന്തോ കഞ്ചാവിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അല്ല, ഇപ്പൊ അവിടെയും അതെ. എന്തുകൊണ്ട് മട്ടാഞ്ചേരി, ഇപ്പൊ തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? അവരൊരിക്കലും നിയമപ്രകാരമായിട്ടുള്ളതോ ക്രിമിനൽസിനെ നന്നാക്കിയിട്ടില്ല. പക്ഷെ ഈ സൈഡ് വരുമ്പോഴാണ് ക്രിമിനൽസിനെ ഇതാക്കുന്നത്. അല്ല, ആ ഒരു സംഭവം. ഈ എങ്ങനെയോ കിട്ടുന്ന പണം നിങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കണമെങ്കിലുള്ള ഓപ്ഷൻ എ, നിങ്ങളുടെ സ്വന്തം തിയേറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ തിയേറ്ററുകാരനായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെ നടക്കുന്നില്ല,
പക്ഷേ ഇത് ഈ പർട്ടിക്കുലർ ചില സിനിമകൾ ഇപ്പോൾ നേരെ പിടിച്ചതാണ്. അതായത് തിയേറ്ററിൽ വരുമ്പോൾ ആളില്ല, പക്ഷെ ഇവിടെ കളക്ഷനിൽ ഇതുണ്ട്. ഇങ്ങനെ നേരെ പിടിച്ചപ്പോഴാണ് 250 കോടി എങ്ങനെ വന്നു എന്നുള്ള. അപ്പൊ ആ 2 വിഷ്വൽ മതിയല്ലോ. അപ്പൊ ഈ വരാത്ത 490 ആൾക്കാർ എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പൊ രണ്ടാമത്തെ കേസ് ഈ OTT-യിലൊക്കെ വരുമ്പോൾ കളക്ഷൻ നോക്കുന്നുണ്ട്. OTT നമ്മുടെ നിശ്ചിത പൈസക്ക് വിൽക്കുമ്പോൾ. അപ്പൊ ഇത് 2 ഗുണമാണ്. ഇവിടെ ഈ പൈസ കൊടുത്താൽ OTT-യിൽ ഇൻഡയറക്റ്റ്ലി പൈസ കിട്ടുകയും ചെയ്യും. 2 നികുതി വെട്ടിക്കുന്നതിന്റെ വേറൊരു രീതി. ഇപ്പൊ 2014 ശേഷമാണ് കുറച്ചും കൂടെ ഇത് വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങളൊരു സിനിമ എടുക്കുന്നു, ഇപ്പോൾ 1000 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, നിങ്ങൾ 500 രൂപ വെച്ച് കൊടുക്കുന്നു, അവരെ കൊണ്ട് സൈൻ ഇൻ ചെയ്യിക്കുന്നുണ്ട്. അവൻ പോയതിന് ശേഷം നിങ്ങളൊരു 0 കൂടെ ചേർത്തി 5000 എന്നാക്കുന്നു. നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, ചേട്ടാ നിങ്ങളുടെ ഓഡിറ്റർ എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവനോട് ബ്ലാങ്ക് സൈൻ ചെയ്യിപ്പിക്കാം. അവൻ സൈൻ ചെയ്താണ്, ഇന്ന ആളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യാം, നിങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി സിനിമയെ ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ബ്ലാങ്ക് സൈൻ ചെയ്യുക, അതല്ലെങ്കിൽ അവർ ചെയ്തതിനോടൊപ്പം എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാം. ഇപ്പോൾ ചില ആളുകൾ ഒരു എക്സ് നടൻ ചെയ്ത സിനിമ എന്നാണ് നിർമ്മാതാവെന്ന് അയാളെ പേരാ ഇട്ടിരിക്കുന്നത്. പക്ഷെ ആ സിനിമ ഹിറ്റായതിനു ശേഷം ഇവിടെ പലരും കേസ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നു? അയാൾ പറഞ്ഞ എന്റെ പൈസക്ക് എടുത്തതെന്ന്. വീണ്ടും ഒക്കെ ഈ നമ്മൾ ഈ പറയുന്ന മാഫിയായിട്ട് ഈ കണക്ഷൻ മുഴുവൻ വരുന്നുള്ളൂ. അല്ലാണ്ട് തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല അല്ലേ? ന്യൂസ് ഉണ്ടല്ലോ, അവർ കേസ് ഫയൽ ചെയ്യുന്നു, ഞങ്ങൾ ഇവരും തമ്മിലൊരു ധാരണയുണ്ട്. അപ്പൊ കേസ് എന്താണ്? അപ്പൊ ഞാൻ നായകനാവുന്നു, എനിക്കൊരു 7 കോടിയും 3 കോടി സിനിമേന്റെ ചെലവും 10 കോടി വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ 30 കോടിക്ക് ഈ സിനിമ ഞാൻ പറയാണ് 30 കോടിയാവുമെന്ന് പറയും. ഇയാൾക്ക് മണ്ണും പിണ്ണാക്കരത്ത് ഒരുത്തനാണ്. ഞാൻ ഇയാളെ കിട്ടിയതിന്റെ 3 നിന്ന് തരട്ടോ എന്നറിയും. നല്ലൊരു ശതമാനവും ഇങ്ങനെ ജാതി മതം രാഷ്ട്രീയത്തെ നന്നാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമകളൊക്കെ പൊട്ടി പാളിസവരാണ്. അബദ്ധത്തിൽ ചില സിനിമകൾ ഹിറ്റാവും. അപ്പൊ ഇയാൾ പറയും എനിക്ക് 3 താന്നു. 150 കോടിയാണെങ്കിൽ ഇയാൾക്ക് 50 കോടി കൊടുക്കണം. എനിക്കാണ് 5 CF കൊടുക്കാൻ വയ്യ. അപ്പൊ ഞാൻ ഇയാളുടെ ഒരു പോയി പണി നോക്കുന്നു. ഇയാൾ എന്ത് ചെയ്യും? ഞാൻ കൊടുത്ത എഗ്രിമെന്റ് വെച്ചിട്ട് കോടതി ചെല്ലുന്നു. കോടതി ചോദിക്കും നിനക്ക് ഈ 10 കോടി എവിടുന്ന് കിട്ടിയെന്ന്. തീർന്നു. ആ 10 കോടിക്ക് ഇയാളെ തെളിവുണ്ടെങ്കിൽ ഇയാൾ ഏതറ്റം വരെയും പോകും. അതാണ് നിങ്ങൾ ന്യൂസായി കാണുന്നത്. അപ്പൊ ഞാൻ 50 കോടി കൊടുത്തേ പറ്റുന്നു. ഇങ്ങനെയാണ് ന്യൂസ് വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മുമ്പ് പറയുന്ന തിരുവനന്തപുരം മാഫിയെന്നോ എറണാകുളം മാഫിയെന്നോ വന്നിട്ടില്ല. ഇതെല്ലാം മട്ടാഞ്ചേരി മാഫിയ എന്നാണ് വരുന്നത്. കുറച്ചുകൂടി ഇല്ലീഗലാണ് ചെയ്യുന്ന പല കാര്യങ്ങളെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ഒരു പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഒന്നിന്റെ അവസാനമല്ല, ഇനി ഇതേപോലത്തെ പല കേസുകളും ഞങ്ങളാണ് യഥാർത്ഥ നിർമ്മാതാവ്, എക്സ് നടന്നൊന്നല്ല, എനിക്ക് പൈസ തരുന്നില്ല, ഇയാൾ വിജയിച്ചിട്ടും പൈസ തരുന്നില്ല എന്ന് പറഞ്ഞാൽ സന്തോഷം വേണ്ടിട്ട് പറഞ്ഞാൽ ശരിയാന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഇപ്പോ ചേട്ടന്റെ എല്ലാ സിനിമകളും ഇപ്പൊ എനിക്കൊരു 10, 11, 12 സിനിമകളാണ്. 12ാമത്തെ സിനിമയാണ്. അപ്പം കേരള ലൈവ് എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോകുന്നു. അപ്പോ എനിക്കൊന്ന് പേരുകൊണ്ട് പോലും വ്യത്യസ്തമാണ്. സാധാരണ ഒരു വളരെ നമുക്ക് അതിന് കുളിർമയുള്ള ഒരു പേരൊക്കെ ആയിരിക്കാം നോർമലി വരുന്നത്. ഇതിപ്പോ കേരള ലൈവ് എന്ന് പറയുമ്പോഴത്തേന് അതിൽ എന്തെങ്കിലും ചേട്ടൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമയാണ് വരുന്നത്. കാരണം ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് വന്നിരുന്ന ഉരുക്കു സതീശൻ, അതിനുശേഷം ആതിരയുടെ മകൾ അഞ്ജലി, ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ, ഇതൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞോളും ഈ സ്റ്റൈലാണ് പോരുന്നത്. അപ്പോൾ കേരള ലൈവ് നമുക്ക് 5 വർഷത്തിന് ശേഷം പ്രവാസികളെല്ലാം തിരിച്ചു വരികയും, അതായത് പിന്നീട് ഇവിടെ കാര്യമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല, ഒരു സങ്കല്പ കഥയാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇപ്പം പ്രളയം വന്നപ്പോൾ പ്രളയം വിറ്റ് ഒരു നിർമ്മാതാവ് കോടീശ്വരനായി, ഏതെങ്കിലും കൊലയാളിയെ കിട്ടുന്നില്ല, അത് വിറ്റിട്ട് ഓരോരുത്തർ പൈസ ഉണ്ടാക്കി. പിന്നെ കൊറോണ വന്നപ്പോൾ അത് വിറ്റ് പൈസയാക്കി, നിപ്പ വന്നപ്പോൾ പൈസയാക്കി. അങ്ങനെ കേരളത്തിലെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുരന്തം വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഒരു 5 വർഷത്തിന് ശേഷം പ്രവാസികൾ വന്ന അതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തെ മുൻകൂറായി വിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരിക്കലും പരാജയപ്പെടാറില്ല. അതായത് ദുരന്തങ്ങൾ ഞാനൊരു ഒബ്സർവേഷൻ ആട്ടോ പറയുന്നത്. അപ്പൊ ദുരന്തം വിറ്റ ഒരു സിനിമ ഉണ്ടാക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻകൂറായിട്ട്. കാരണം വേറെ നിർമ്മാതാവിന് വിട്ടുകൊടുക്കാതെ ഇപ്പൊ തന്നെ പ്രവാസികളൊക്കെ തിരിച്ചു വരുന്നു. കേരള സംസ്ഥാനം നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബുദ്ധിമുട്ടും. അപ്പൊ 140 MLA-മാരുടെ ശമ്പളം എങ്ങനെ പോകും? KSRTC-യുടെ നഷ്ടം എങ്ങനെ നികത്തും? കാരണം പൈസ ഇല്ലാത്ത പ്രശ്നം വരില്ലേ? ഇത് ഒരു പ്രവാസിയുടെ ജീവിതത്തിലൂടെ പറയുന്നു. അതാണ് സിനിമ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒറ്റ പോയിന്റ് മിസ്സിംഗ് ഉണ്ട്. ഇപ്പൊ സന്തോഷ് വേണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങൾ നേരത്തെ ചോദിച്ചു അങ്ങനെ മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ? ഒറ്റ വാക്ക് ചോദിക്കാം. ഈ ED റെയ്ഡ് വന്നതിന് ശേഷം പിന്നെ ഒരു സിനിമ അതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി 100 കോടി 200 കോടി 250 കോടി ED വന്നതിന് ശേഷം എന്താ മേഡം ഒരു സിനിമ 100 കോടി എത്താത്തത്?
അതിനുശേഷം വന്ന എല്ലാ പോസ്റ്റർ പോലും 30-ാം ദിവസം, 40-ാം ദിവസം, 50-ാം ദിവസം, അതുവരെ നിങ്ങൾ വെറും കോടികളുടെ കണക്ക് മാത്രമല്ല കേട്ടുള്ളൂ. 2 ആഴ്ച കൊണ്ട് 100 കോടി, 3 ആഴ്ച കൊണ്ട് അല്ല, സംതിങ്. അപ്പൊ എന്തായാലും ഈ ഒരു കേരള ലൈവ് എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോഴത്തേന് ഒരുപാട് വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ അത് നിർത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംസാരത്തിന് ഇടയാക്കൂ. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ അതിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റത്തെ സീൻ എഴുതുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ചിലപ്പോൾ പുറത്തിറങ്ങാൻ സാധ്യതയില്ല. ചിലപ്പോൾ കാരണം അതില് സ്ത്രീ ആയൊരു മുഖ്യമന്ത്രി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്നും കേരളത്തിൽ എങ്ങനെയാണ്? കാരണം ഒരു സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ നാക്കൊണ്ട് മുട്ട് ഒരിക്കുക, വേണമെങ്കിൽ ശബരിമലയിൽ ക്ഷേത്രത്തിൽ 2 സ്ത്രീകളെ കയറ്റുക, അതല്ലെങ്കിൽ സ്ത്രീകളും പുരുഷനും ഒരുപോലെ മുടി കുറിച്ച് നടന്നോ, അല്ലെങ്കിൽ സ്ത്രീ ഏതെങ്കിലും സ്കൂളിൽ പുരുഷന്റെ നിലവാരത്തിലേക്ക് എത്താൻ സ്ത്രീകളും ഷർട്ടിട്ടോ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ആണിനും പെണ്ണിനും ഒരേ ബാത്റൂം, 2 ആൾ ഒരുമിച്ച് മൂത്രമൊഴിച്ചോ എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മാക്സിമം. അതിനോട് ഒരു അധികാരമോ പണമോ ഒന്നും സ്ത്രീകൾക്ക് കൊടുത്ത് സ്ത്രീ സമത്വം ഉണ്ടാക്കാറില്ല. അപ്പോൾ സ്ത്രീയായ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അതിൽ ചില സ്ത്രീകൾ ബഹളം ഉണ്ടാക്കുന്നൊക്കെ സീൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ, കാരണം അധികാരം പണം ഒരു സ്ത്രീക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവോ, ഈ പ്രശ്നത്തിൽ സിനിമ നിരോധിക്കുമോ എന്നൊക്കെ പേടി എനിക്കുണ്ട്. എന്തായാലും നിർദ്ദേശിച്ച് കാണാം. ഇപ്പൊ സാധാരണ ഇപ്പം മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ, സ്ത്രീ പ്രാതിനിധ്യമുള്ള കഥാപാത്രങ്ങൾ വരുന്നില്ല എന്ന് പറയാം. പക്ഷെ തിരിച്ച് സന്തോഷേട്ടന്റെ സിനിമകളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ കഥാപാത്രങ്ങളുണ്ട്. ടൈറ്റിൽ അടക്കം ആഗ്രയുടെ മകൾ അഞ്ജലി, മിനിമോളുടെ അച്ഛൻ, നീലിമ നല്ല കുട്ടിയാണ്, ഞാൻ ഇട്ടിരിക്കുന്ന സിനിമയുടെ പേര് പോലും നോക്കിയാൽ. അതെ, അപ്പൊ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമയാണ് സന്തോഷേട്ടന്റെ വരുന്നത്. അപ്പോ ഇവിടെ മലയാള സിനിമയില് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ വന്നിട്ടുണ്ട്, ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് ആണെങ്കിലും 2 ദിവസം മുമ്പൊക്കെ ആണെങ്കിലും വീണ്ടും വന്നു. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വിടാൻ പാടില്ല, അങ്ങനെ വരുവാണെങ്കിൽ വിക്ടിംസിന് അത് അവരുടെ പ്രൈവസി പ്രശ്നമൊക്കെ ആവുമെന്നും പറഞ്ഞ് ഒരു പെറ്റീഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിർമ്മാതാവും നടനും ഒക്കെ എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വരണമെന്നാണോ, പുറത്ത് വരണമെന്നാണോ ചേട്ടൻ ഞാൻ പറയുന്നത്? ഇത്രയും പൈസയും ചെലവാക്കിയത് വെറുതെ അല്ലല്ലോ. ഇത്രയും പൈസയും ചെലവാക്കിയിട്ടാണ് ഏത് റിപ്പോർട്ട്, ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടും പുറത്തു വിടാൻ എല്ലാവർക്കും പേടിയാണ് അല്ല, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അപ്പം ഞാൻ പറയുന്നത് ശരിക്കും സർക്കാർ ഏതായാലും നമ്മളൊരു സംഭവം വന്നു, അപ്പം നമ്മൾ ഇൻഡയറക്ട്ലി മനസ്സിലാക്കിയാൽ ശരിയാണോന്ന് അറിയില്ല, പല നടിമാരും ഇവിടുത്തെ ചില വലിയ പ്രമുഖ നടന്മാർക്കെതിരെ ചില മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇമേജിനെ ബാധിക്കും. ചിലപ്പോൾ മലയാള സിനിമയിൽ അങ്ങ് നിന്നുപോകും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നടന്മാരെന്നൊക്കെ പറഞ്ഞ സിനിമയിലെ കഥാപാത്രം വെച്ചിട്ടാണ് ഇവിടെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ ചില നടിമാർ ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇവരുടെ ഫാൻസ് എന്ത് കരുതും, മലയാള സിനിമ നിന്നു പോകുന്നതാണ്. ഹേമ കമ്മീഷൻ പുറത്തു വന്ന മലയാള സിനിമ തീർന്നു എന്നാണ് ഒരു സൈഡിൽ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഒരുവിധം പറ്റാവുന്ന സാധനമാണെങ്കിൽ ഗവൺമെന്റ് പുറത്തു വിടുക. ഇനി അതല്ല, ഇത് പുറത്തിറങ്ങിയ നടന്മാരുടെ ഇമേജിനെ വല്ലാതെ ദോഷമാക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അവരാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇത്രയും പൈസയും മുടക്കി ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വിടണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് കൗച്ചിന്റെ സൈഡാണോ അതിൽ എന്താ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഇപ്പോൾ 20 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ 25 വർഷം മുമ്പ് പീഡിപ്പിച്ചു, ഇതിനൊന്നും ഒരു തെളിവില്ലാത്ത കാര്യമാണ് അല്ല, അങ്ങനെയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ സ്ത്രീ ആ സമയത്ത് പറഞ്ഞില്ല? ആ സമയത്ത് പറഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടീനെ ആരും വിളിക്കില്ല, പേടിയാവാം. ഒരു 10-25 വർഷം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആരും വിളിക്കുന്നില്ല, എന്നാ പിന്നെ ഇനി എന്നെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ് അങ്ങ് പറഞ്ഞേക്കാം. മാഡം ഞാൻ പറയുന്നു, ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ ഇപ്പം എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പേടിച്ച് പറിക്കുന്നത് എനിക്കറിയില്ല. മലയാള സിനിമ തീരുന്നാണ് പറയുന്നത് പുറത്തിറങ്ങിയത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇനി കാസ്റ്റിംഗ് കൗച്ചാണ് പ്രശ്നം എന്ന് വിചാരിക്കാം, പക്ഷെ അതിന് തെളിവില്ലാതെ, കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കേസായിട്ട് പോകണം. അതിന് പല തെളിവുകളൊക്കെ എടുത്താൽ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ പണ്ട് എന്നെ മറ്റോ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിച്ചവനും ഓർമ്മ ഉണ്ടാവില്ല, കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, അതൊന്നും തെളിവുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു, ഞാൻ പറയുന്നത് ഇതുകൊണ്ട് ആർക്കാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് നടനെ ഒന്ന് നാറ്റിക്കാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം തെളിയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോണം, അതിന് വലിയ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വലിയ വിഷയമല്ല. പക്ഷേ പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് എന്താണ് ഈ ഫീൽഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ല, വാട്ടവർ അതിന് തെളിവില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു അനുഭവിച്ചൊരു പെൺകുട്ടിയാണല്ലോ പറയുന്നത്. ആ ഒരു ഗുണമേ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സാധനത്തിലുള്ളൂ. എന്തിനും എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ എന്താ സംഭവിച്ചു എന്നുള്ളത് റിപ്പോർട്ട് വന്നാലേ പഠിച്ചു പറയാൻ പറ്റും. ചേട്ടാ, ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേന് അവിടെയും ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലെങ്കിൽ ഒരു സിനിമ ത്രൂ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചേട്ടന് ഈ ഒരു വയനാട് ഇഷ്യൂ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു വയനാട്ടിൽ ഉണ്ടായ ഒരു ദുരന്തം നാളെ ഒരിക്കലും സിനിമ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സിനിമ സന്തോഷ് പണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടുന്ന
സ്ക്രിപ്റ്റിനനുസരിച്ച് അല്ല, നമുക്കൊരു മൈൻഡിൽ ഒരു സ്റ്റോറി വരികയും അത് ഡെവലപ്പ് ചെയ്യുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില സ്റ്റോറികൾ ഇപ്പൊ എൻ്റെ ഈ പരിമിതമായ ബജറ്റിൽ ചെയ്യാനാവൂല. എനിക്ക് കുറച്ച് നല്ല നല്ല കഥകൾ വന്നിട്ടുണ്ട്, പക്ഷെ പ്രായോഗിക തലം വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ സ്റ്റോറീസ് നമ്മുടെ മൈൻഡിൽ, എനിക്കിപ്പോ അങ്ങനെ ഒരു സ്റ്റോറി നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടി ഒരു 5 മിനിറ്റ് കൊണ്ട് ആ സ്റ്റോറി ആക്കും. ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. പക്ഷെ അതൊക്കെ തന്നെ ബിഗ് ബഡ്ജറ്റിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ ഈവൻ ഇൻക്ലൂഡിങ് ഉരുക്കു സതീശൻ എന്നൊരു സിനിമ ഞാനൊരു ശരിക്കും ഒരു സീനിയറായ ഒരു നടനെ വെച്ച് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരു നടൻ്റെ അടുത്ത് ഞാൻ ചെന്നില്ല, കാരണം അതിനുള്ള നിർമ്മാതാവ് എൻ്റെ ഇല്ല. അപ്പൊ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് സാധാരണ ലോഡ്ജ് ആയാലും അല്ല നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് വന്ന് ചെയ്തോ എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ അതുപോലെ അല്ലല്ലോ ഒരു സീനിയർ നടനെയൊക്കെ ഞാൻ കൊണ്ടുവരുമ്പോൾ അതിന് പ്രോപ്പർ നിർമ്മാതാവ് വേണം. എനിക്കിതുവരെ അങ്ങനെ നിർമ്മാതാവിനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാതെ കൂടെ ഞാൻ ചെയ്യുന്നത്. കാരണം ഒന്ന് തടിയനായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു ഫിസിക്ക് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു 60 കിലോ ഉള്ള ഞാൻ പിന്നെ 77 കിലോ ആയിട്ടൊക്കെ ഞാൻ ചെയ്തു. ഞാൻ എക്സാമ്പിൾ പറയണം. അതേപോലെ ഇത് കൂടുതൽ ഇപ്പൊ കേരള ലൈവിന് ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് എടുക്കുന്നത്. കാരണം ഈ 100ഓളം ഡയലോഗുള്ള താരങ്ങൾ വലിയ ക്യാൻവാസിൽ ശരിക്കും ചെയ്യേണ്ട ഒരു സിനിമയാണ് ഈ കേരള ലൈവ് ഒക്കെ. അതൊരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 8 സോങ് ഷില്ലോങ്ങിലൊക്കെ വെച്ചിട്ടാണ് സോങ് ഒക്കെ ചെയ്യുന്നത്. ഒരു കുറെ സോങ്സ് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ കുളു മണാലിയൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയൊന്നും ശരിയല്ല. അപ്പൊ ഇത് തന്നെ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ വളരെ ഡീറ്റെയിലൊക്കെ പോകണമെങ്കിൽ അത് ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ പറ്റുള്ളൂ. ഭാവിയിൽ നല്ലൊരു നിർമ്മാതാവിനെ കിട്ടിയാൽ നോക്കാം. മലയാളികൾ ഏറ്റെടുത്ത ഒരു ഷോയാണ് ബിഗ് ബോസും അതേപോലെ തന്നെ അതിന് മുമ്പ് വന്നിരുന്ന മലയാളി ഹൗസും. അപ്പൊ മലയാളി ഹൗസിൽ ചേട്ടൻ ഓൾറെഡി ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു പ്രാവശ്യം എവിക്റ്റഡ് ആയി. പക്ഷെ അവരുടെ ഒരു മിസ്റ്റേക്ക് എന്ന രീതിയിൽ പറഞ്ഞിട്ട് വീണ്ടും ചേട്ടനെ തിരിച്ചെടുത്തു, വീണ്ടും അവർ എവിക്റ്റഡ് ആയി. അപ്പോൾ ഈ ഒരു ബിഗ് ബോസും ഈ മലയാളി ഹൗസ് ഒക്കെ ഈ മലയാളികൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നതായിട്ട് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഷോയെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഞാൻ പറയുന്നു, ശരിക്കും ഇത്തരം പ്രോഗ്രാമിനെ കൃത്യമായ മലയാളികൾ ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയാം. മറ്റുള്ളവർ ഏറ്റെടുത്ത ആ ലെവലിൽ മലയാളികൾ ഏറ്റെടുത്തിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നതാണ്. കാരണം ഇപ്പോഴും ആളുകൾക്ക് അത്രയും കൃത്യതയിൽ മനസ്സിലാവുന്നില്ല. അതായത് ഇത് ശരിക്കും പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ പറയേണ്ടി വരും. എന്നാലും ഏറ്റവും ചുരുക്കി പറയാം, ആദ്യകാലങ്ങളിൽ ദൈവങ്ങളുടെ മാത്രം കഥ, അത് കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ കഥ, അങ്ങനെയൊക്കെ വന്നു. പിന്നെ വലിയ വലിയ ഭൂപ്രതി അങ്ങനെയുള്ള ആളുകളുടെ കഥ പറഞ്ഞു. പക്ഷേ പിന്നെ കുറച്ചും കൂടി സാധാരണക്കാരൻ്റെ കൂലി പഠിക്കാരൻ്റെ കഥകൾ വന്നു. പിന്നെ അതായത് ഇങ്ങനെ കുറച്ചുകൂടെ മണ്ണിലേക്ക് ഇറങ്ങി ഇപ്പോൾ എന്താണ് ഇപ്പോൾ കുറച്ചും കൂടി ലൈവിലി ആളുകൾക്ക് കാണാനാണ് എല്ലാ കാര്യവും കുറച്ചും കൂടെ താല്പര്യം. അതിൻ്റെ ഒരു ഭാഗമാണിത്. അതായത് നിങ്ങളൊരു നടിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ആങ്കർ ആണെങ്കിൽ നിങ്ങൾ ആങ്കർ എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങളെ കാണുന്നുള്ളൂ. നിങ്ങൾ വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റാണ്, നിങ്ങളെ കാണുന്നില്ല. അപ്പോൾ ക്രിക്കറ്റുകാരനെ മാത്രമേ കാണുന്നുള്ളൂ. ഇതേപോലത്തെ ഷോയിൽ നിങ്ങളുടെ പച്ചക്കുള്ള സംസ്കാരം കാണും. നിങ്ങൾ എത്ര സമയം അഭിനയിക്കും, ഒരു ദിവസമൊക്കെ നിങ്ങൾ അഭിനയിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. സപ്പോസ് നിങ്ങൾ മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കഞ്ചാവ് പഠിക്കുന്നു, ഓക്കെ 1-2 ദിവസമൊക്കെ ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും എല്ലായിടത്തും ക്യാമറയുണ്ട്. അപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ഭയങ്കര കോൺഷ്യസ് ഉണ്ട്. കാരണം എങ്ങനെ ക്യാമറയുണ്ടാവും, ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ട്, എങ്ങനെ നോക്കുന്നതിന് വരും. അപ്പോൾ നമുക്കറിയാം ഈശ്വര നമ്മൾ ഉറങ്ങുന്നൊക്കെ നാട്ടുകാർ കാണുമ്പോൾ അവർ ഉറക്കമൊക്കെ ഒന്ന് വൃത്തിക്കും. ഇപ്പോൾ നമ്മളെ കിടക്കയിലാണ് നമുക്ക് തോന്നിയ പോലെയൊക്കെ കിടക്കാമല്ലോ. പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ, ഇത് ക്യാമറ അങ്ങനെ നാട്ടുകാർ കാണില്ലേ. നിങ്ങൾ എത്ര സമയം എങ്ങനെ ചെയ്യും? ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്യാമറ പോകാൻ പറ എന്നൊരിതേ വരുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സംസ്കാരപരമായി നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഭയങ്കര ഐക്യമുള്ള മനുഷ്യനാണ്, നിങ്ങൾക്ക് ഭയങ്കര ജനറൽ നോളജ് ഉള്ള മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യൻ. പക്ഷെ അത് നിങ്ങൾ കാണിക്കുന്ന ഷോകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമയിലെ ക്യാരക്ടറോ ആയിരിക്കും. വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ വെറും തല്ലിപ്പൊടിയാണ്, തറയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവരെ വായി നോക്കലും പക്കാ തെറി കമന്റ് പറഞ്ഞൊരു മനുഷ്യനാണ് സീരിയസ്ലി നിങ്ങളെന്ന് കരുതിക്കും. അപ്പോൾ ഇങ്ങനത്തെ 16 പേരിൽ 8 പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ അത്യാവശ്യം കാണാൻ കഴിവുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ കളിയൊക്കെ അവിടെ കളിക്കാൻ തുടങ്ങിയാൽ ആൾക്കാർ ഈശ്വര ഇയാളുടെ സിനിമയിലൊക്കെ ഇയാൾ എന്തെല്ലാം മനുഷ്യനാണ്, ഇയാൾക്ക് ഇത്രയും ജനറൽ നോളജുള്ള മനുഷ്യൻ, ഇയാളൊക്കെ കളിക്കുന്ന കളി നോക്ക്. ഇവനെ കണ്ട 60 വയസ്സായി എന്നിട്ട് ഒരു 18 വയസ്സുള്ള പെൺകുട്ടി പോകുമ്പോൾ കളിക്കുന്ന കളി നോക്കുന്നതായിരിക്കും. ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ലെവൽ 3 ദിവസമൊക്കെ കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉള്ളൂ നിങ്ങൾക്ക് തോന്നൂല. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഞാൻ പറയുന്നു സംസ്കാരം എന്നുള്ളത് അച്ഛനും അമ്മൻ്റെ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ബ്ലഡ്, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഹാർട്ട് അല്ലേ. അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്, ചോരയിൽ അലിഞ്ഞിരിക്കേണ്ടതാണ്. അത് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. അറിവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് കുറേ സ്കൂളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഐക്യു എന്നുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ കുറേ അറിവുണ്ടാവും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ IAS ഓഫീസറാവും, നിങ്ങൾ ഭയങ്കര ശാസ്ത്രജ്ഞയാവും. പക്ഷെ സംസ്കാരം എന്ന് പറഞ്ഞ 5 ദിവസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. 2 കാരണം അതൊരു പരിധി വരെയൊക്കെ നമ്മൾ നാട്ടുകാരെ നിന്ന് പഠിക്കും. പക്ഷെ ബേസിക് ക്വാളിറ്റിയുടെ അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ സ്വഭാവം തന്നെ നിങ്ങൾ കാണിക്കൂ. അതുകൊണ്ട് സംസ്കാരം കുറഞ്ഞ ആളുകൾ ദയവ് ചെയ്ത് ഈ പരിപാടി കാണുന്നവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സംസ്കാരം താരതമ്യം നമുക്കറിയാലോ നമ്മളെ സംസ്കാരം എന്താണെന്ന്. കുറഞ്ഞവൻ ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടികൾക്ക് പോരുത്.
നാണവും മാനവും കിടും. ചിലപ്പോൾ ആൾക്കാരെടുത്ത് കല്ലെടുത്ത് എറിയും. 100 ദിവസമേ നിങ്ങൾ അവിടെ സേഫ് ആവുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ സേഫ് അല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നമ്മളൊക്കെ സ്വാഭാവികമായിരിക്കും. ഇപ്പം നിങ്ങളോട് ഞാൻ ഒരു പ്രാവശ്യം തെറ്റി, ആ തെറ്റുന്ന സമയത്ത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു, പിന്നെ നമ്മൾ കമ്പനി ചെയ്യും. പക്ഷെ നമ്മൾ കമ്പനി ആവുന്നതല്ല, നിങ്ങൾ ആ തെറ്റ് സമയത്ത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആരാധകർ അത് ഓർത്തിരിക്കും. നിങ്ങളെ പുറത്ത് നിങ്ങളെങ്ങനെ അന്ന് സന്തോഷപ്പെട്ടിട്ട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇത് സ്വാഭാവികമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് പോകുന്നവർ സൂക്ഷിക്കണം. വളരെ, ഞാൻ പറയുന്നത് നല്ല സംസ്കാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഇമേജ് കൂടും. അവര് എന്ത് നല്ല സ്വഭാവമല്ലേ അവർക്ക് തോന്നും. വലിയ സംസ്കാരം എന്നില്ല, ഒരു അത്ര ടെമ്പറൊക്കെ നിങ്ങൾക്ക് അത്രയൊരു ക്ഷമയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ദയവ് ഇത് പണിക്ക് പോകരുത്. പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഇമേജ് പോവും, ലൈഫ് പോവും. ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ കല്യാണം ഒരിക്കലും നടക്കില്ല. കാരണം ആളുകൾ പറയും ആ കുട്ടിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവളല്ലേ, അവളെ സംസ്കാരമൊക്കെ ഞാൻ അവിടെ കണ്ട മറ്റവനോട് കെട്ടിമറിയാനായിരുന്നു. മോനെ ഈ പെൺകുട്ടീനെ വേണമെന്ന് ആ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാലും അമ്മായിമ്മ ജീവിതകാലം മുഴുവൻ പറയും, നീ അധികമൊന്നും പറയണ്ട, നീ മറ്റവനോട് കളിച്ചൊക്കെ എനിക്കറിയാം, എൻ്റെ മോൻ തലയിൽ വന്നല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് അത്ര നല്ലതല്ല. സംസ്കാരം ഉള്ളവർക്ക് നല്ലതാണ്, സംസ്കാരം കുറഞ്ഞവൻ ദയവ് ഇതാ വഴിക്ക് പോകരുത്. ബിഗ് ബോസിൽ നിന്ന് ചേട്ടനൊരു കോള് ഇതുവരെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിച്ചാൽ ചേട്ടന് പോവാൻ ഓക്കെ ആണോ? വിളിച്ചാൽ ഞാൻ പോകും. അവരിതുവരെ വിളിച്ചിട്ടില്ല. പോകാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. വയനാടിന്റെ ഇഷ്യൂസിനെ പറ്റിയും മുല്ലപ്പെരിയാറിനെ പറ്റിയും അങ്ങനെയുള്ള ഒരുപാട് റെലവെന്റ് ഇഷ്യൂസും അതേപോലെ ചേട്ടന്റെ സിനിമകളെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പൊ എന്തായാലും ചേട്ടന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മളുമായിട്ട് ചെലവിട്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചാലും നന്ദി. പുതിയ സിനിമ കേരള ലൈവ് അടുത്ത മാസം റിലീസാവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നന്ദി, നമസ്കാരം.